നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, എനിക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സിനോട് അടുത്തെന്ന് വെച്ചാൽ ഡിവോഴ്സ് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, പക്ഷേ ഡിവോഴ്സിലേക്ക് പോകണ്ട, റീകൺസിലിയേഷൻ വേണം, അതിന് പോസിബിലിറ്റി ഉണ്ടോ എന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആയിട്ട് ചെയ്യാനാണ് പറഞ്ഞത് എന്നോട്. അതുകൊണ്ട് ഞാനിത് ജനറൽ റീഡിംഗ് ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കുന്നത് അവരുടെ എനർജിയാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾ ആരിൽ നിന്നാണോ ആരോടാണോ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സണിൻ്റെ ഇപ്പോഴത്തെ എനർജിയാണിത്. 1, 2, 3 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ജനറൽ റീഡിംഗ് ആണ്. റെസണേറ്റ് ചെയ്യുമോയെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ മീൻസ് ചിലർക്ക് റെസണേറ്റ് ചെയ്യും, ചിലർക്ക് റെസണേറ്റ് ചെയ്യില്ല. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ, എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളൊരു അഡ്വൈസ് ഉണ്ട്, നിങ്ങൾ ഈ ജനറൽ റീഡിംഗ് കണ്ടിട്ട് നിങ്ങൾ സീരിയസ് ആയ ഒരു ഡിസിഷൻസും എടുക്കരുത് കേട്ടോ. അപ്പോൾ 1, 2, 3 ഏതെങ്കിലും സെലക്ട് ചെയ്ത് വെക്കുക. ഇതിന് ശേഷം നമ്മൾ നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കും. പിന്നെ അവർക്ക് നിങ്ങളോട് ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്, പിന്നെ അവരുടെ ഉദ്ദേശം എന്താണ്. ഇപ്പോൾ വഴക്കിട്ട് പിരിഞ്ഞിരിക്കുകയാണ്, ഡിവോഴ്സിലേക്ക് പോകുമോ അല്ലെങ്കിൽ അവർ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുമോ, അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്, അതാണ് നമ്മൾ നോക്കുന്നത്. പിന്നെ അവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ 1, 2, 3 കാർഡ് സെലക്ട് ചെയ്ത് വെക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ 2 കാർഡും മാറ്റാം. 2, 3 കാർഡ് നമ്മൾ മാറ്റുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ആരുമായിട്ടാണോ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നത് ആ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി. നമുക്ക് ആദ്യം സ്പിരിച്വൽ ഓറക്കിൾ നോക്കാം. ഭഗവാനെ ഓറക്കിൾ മെസ്സേജാണിത്, സ്പിരിച്വൽ ആണ്. ഭഗവാനെ ഇതിലിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും, നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത്, എന്ത് വ്യത്യാസങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താനുള്ളത്, മാറ്റങ്ങളാണ് വരുത്താനുള്ളത്, അതെല്ലാം ഇതിനകത്ത് പറയും കേട്ടോ. ഭഗവാനെ അപ്പം നമുക്ക് നോക്കാം. ഭഗവാനെ ഒന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണിത്. ഒരു കാർഡ് തെറിച്ചു പോയി, 2 കാർഡ്സ് ഉണ്ട്. ഓക്കെ, ഒന്നല്ല, ഇനിയുണ്ടോ? 2 കാർഡ്സ് തെറിച്ചു പോയി. അപ്പോൾ ഒന്നാമത്തെ കാർഡ് പറയുന്നത് ഭോലേനാഥ്, ബീയിങ് പൊളൈറ്റ്. നമ്മളുടെ സംസാരം, നമ്മളുടെ ടോൺ, നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ടോൺ, ഇതൊക്കെ നമ്മൾ നാച്ചുറലി ചിലർ സംസാരിക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും, ചിലർ സംസാരിക്കുമ്പോൾ ദേഷ്യം. പക്ഷെ അവർ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കില്ല, അങ്ങനെ ആയിരിക്കില്ല അവരുടെ ഉദ്ദേശം. പക്ഷെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും, ഇറിറ്റേഷൻ വരും. മനസ്സിലായി? ചിലപ്പോൾ സഹായിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന അവരുടെ സംസാരം കാണുമ്പോൾ നമുക്ക് സഹായിക്കാൻ തോന്നുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ പൊളൈറ്റായിട്ട് സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കാർഡ് നിങ്ങൾ ദൈവാനുഗ്രഹമുള്ളവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ദൈവാനുഗ്രഹം നമ്മൾ എല്ലാവർക്കും ദൈവാനുഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമുക്കധികം കേടുപാടുകളൊന്നുമില്ല ശരീരത്തിനോ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കോ, നമ്മളുടെ സ്വത്ത് അതിനൊന്നും പ്രശ്നങ്ങളില്ല. പക്ഷെ ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട്, ഭാര്യ ഭർത്താവ് വഴക്ക്, വീട്ടുകാരായിട്ട് വഴക്ക്, അതൊക്കെ അതിലൊക്കെ ഒതുങ്ങുന്നു നമ്മളുടെ പ്രശ്നങ്ങൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല, മാരകമായ രോഗവുമില്ല, ജപ്തിയുടെ അടുത്തേക്ക് പോകുന്നില്ല. മനസ്സിലായോ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ദൈവാനുഗ്രഹമുള്ളവരാണ് നിങ്ങളെന്ന് ദൈവം പ്രത്യേകം പറയുന്നത്. കാരണം നിങ്ങൾക്ക് അതിൽ വിശ്വാസമില്ല. നിങ്ങൾ പറയണത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങളുടെ മനസ്സിൽ. അപ്പോൾ നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് നിങ്ങൾ വളരെ അനുഗ്രഹിക്കപ്പെട്ടവരാണ്, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഭഗവാനെ
അപ്പം നമുക്ക് ജിപ്സി ഓറക്കിൾസ് എന്താണ് നിങ്ങളോട് പറയുന്നതെന്ന് നോക്കാം. എന്താണ് പറയാനുള്ളത് ജിപ്സി ഓറക്കിൾസിന്? ആരുടെയോ വണ്ടിയിൽ ആരോ കൈ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ആയിരിക്കും. ഒരു കാർഡ് നിങ്ങൾ കാണണം എന്ന് തന്നെയുള്ള ഒരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു റൂമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള റൂമായിരിക്കാം. നിങ്ങൾക്ക് ചീത്ത അനുഭവങ്ങൾ ഉണ്ടായ അല്ലെങ്കിൽ വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടായ ഒരു റൂം, അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടാവാം. റൂമാണ് അവിടെ കാണിച്ചത്. ഇനി നമ്മൾ വേറെ ഏത് കാർഡ്സൊക്കെ വരുന്നുണ്ടെന്ന് നോക്കാം. ഒരു ശത്രു നിങ്ങൾക്കുണ്ട്, ഒരു ഫെമിനിൻ ഇതുള്ള ഒരു ശത്രുവാണ്. ഒരു പട്ടാളക്കാരനെ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു സെർവൻറ്റിനെയാണ് കാണിക്കുന്നത്. 2 സ്ത്രീ എനർജി, ഒരു മെയിൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഒരു റൂമും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഓറക്കിൾ മെസ്സേജായിട്ട് വന്നേക്കുന്നത്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലിക്ക് ആവുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക കേട്ടോ. ഞാനത് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, കാരണം നിങ്ങളുടെ സിറ്റുവേഷൻ എനിക്കറിയില്ല. പലർക്കും പല സിറ്റുവേഷൻ ആയിരിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കണക്ട് ചെയ്ത് വന്നത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? 8 ഓഫ് സ്വേർഡ്സ് ആണ്. 8 ഓഫ് സ്വേർഡ്സ് അക്വാരിയസ്, ലീബ്ര, ജെമിനി, സോഡിയാക് സൈൻ ആണ്. സ്വേർഡ് ആണ്, ചിന്തകളാണ്. ചിന്തകൾ ചിലപ്പോൾ ഈ പേഴ്സണെ എന്താ പറയുക, ഈ ഒരു നമ്മളുടെ ചിന്തകൾ നമ്മളെ ട്രാപ്പ് ചെയ്യും. അങ്ങനെ ആയാലോ, അയ്യോ ഇങ്ങനെ വന്നാലോ, അങ്ങനെയൊന്നും വരുന്നില്ലായിരിക്കും. നമ്മൾ ചിന്തിച്ച് കൂട്ടും. നമ്മൾ ചിന്തിച്ച് കൂട്ടുമ്പോൾ നമ്മൾ അതിനെ നമ്മളിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം വരുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ എന്തെങ്കിലും കാര്യം ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ നെഗറ്റീവ് കാര്യങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സൺ മാനസികമായ സ്വയം സൃഷ്ടിച്ച ഒരു ജയിലിലാണ്, മനസ്സിൻ്റെ ഉള്ളിൽ ചിന്തകളിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്കിതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആൾ, അല്ലെങ്കിൽ ഒരു വിക്ടിം മെൻറ്റാലിറ്റി ഉള്ള ആൾ. വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? വിക്ടിം മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റുകളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടല്ല, എന്നോട് എല്ലാവരും ദ്രോഹിക്കുന്നുണ്ട്, ഈ പ്രശ്നങ്ങളെല്ലാം വന്നത് അയാളുടെ കാര്യം കൊണ്ടോ അല്ലെങ്കിൽ അവളുടെ കാര്യം കൊണ്ടോ, ഞാനൊന്നും ഇതിന് ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞൊഴിയുന്ന, മറ്റുള്ളവരുടെ സിമ്പതിക്ക് വേണ്ടി കാണുന്നവരോടെല്ലാം നമ്മളുടെ കൂടെ നമ്മളുടെ ജീവിതത്തിലുള്ള ആളുകളുടെ തെറ്റുകളും കുറ്റങ്ങളും പറഞ്ഞ് സന്തോഷിക്കുന്ന, സ്വയം സമാധാനിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ക്ഷമയുമില്ലാത്ത ഒരു എനർജിയാണ് ഇത്. അക്ഷമനായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അക്ഷമയായിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. പണത്തിൻ്റെ കാര്യം ഓർത്തിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഇതിപ്പോൾ ഒരു ഡിവോഴ്സിൻ്റെ വരെ എത്തി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ചിലപ്പോൾ ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ പേടി ഡിവോഴ്സ് ചെയ്യുന്നതിലല്ല പേടി, ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മേടിച്ച സ്ത്രീധനം, പണ്ടെന്നല്ല ഇപ്പോഴും ഉണ്ട് സ്ത്രീധന പരിപാടി, അത് ഗിഫ്റ്റായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ത്രീധനം എന്ന് പറഞ്ഞാൽ ആ വാക്ക് യൂസ് ചെയ്താൽ അത് വലിയ ലീഗൽ ഇഷ്യൂ ആവും. അപ്പോൾ അത് പല പേരുകളിൽ അതിപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സൺ അതൊക്കെ തിരിച്ചു തരേണ്ടി വരുമെന്നൊരു ടെൻഷനുണ്ട് ഈ പേഴ്സണ്, മനസ്സിലായോ? അപ്പോൾ അത് തരാതെ എങ്ങനെ ഒഴിവാക്കാം, അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ പലരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആലിമണി ഡിവോഴ്സ് നടക്കുന്നവരായതുകൊണ്ട്, അതിൻ്റെ അറ്റത്ത് വന്ന് നിൽക്കുന്നവരായതുകൊണ്ട് പറയുകയാണ്, ഇപ്പോൾ ഡിവോഴ്സ് നടക്കുമ്പോൾ എല്ലാവരുടെയും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, പണ്ടെന്ന് വെച്ചാൽ ഭർത്താവിനുള്ളത് എത്രയാണ് മാക്സിമം ഭാര്യ പിടിച്ചെടുക്കാൻ നോക്കും. ആണുങ്ങൾക്ക് അങ്ങനെ അവിടെ ഒരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പല സിനിമയിലും പല ഡ്രാമകളിലും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അവൾ ഞാൻ സമ്പാദിച്ചത് 3/4 പോലും അവൾ കൊണ്ടുപോയി എന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. ഭാര്യ സമ്പാദിക്കുന്നതിൻ്റെ ഒരു എമൗണ്ട് കിട്ടാനുള്ള ഒരു ചാൻസ് ആണുങ്ങൾക്കുണ്ട്. പക്ഷെ പിന്നെ സർക്കാർ ജോലി ഭാര്യയ്ക്ക് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ഒരു എമൗണ്ട് ഭർത്താവ് ഭിന്നശേഷിക്കാരനാണെങ്കിൽ അയാൾക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കോടതി നിയമങ്ങൾ മാറി. ഈ അടുത്തൊരു നിയമം കണ്ടു, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് അനുസരിച്ചും പിന്നെ വിവാഹത്തിന് മുമ്പ് ഭാര്യ സ്വന്തം വീട്ടിൽ എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ സ്റ്റേറ്റസ് എന്തായിരുന്നു, അതൊക്കെ കൺസിഡറേഷൻ എടുത്തിട്ട് വേണം ആലിമണി എന്ന് പറഞ്ഞാൽ പൈസ ഡിസൈഡ് ചെയ്യാനായിട്ട്. എത്ര രൂപ 2 പേർക്ക് അല്ല ആർക്കാന്ന് വെച്ചാൽ കൊടുക്കുന്ന വെച്ചാൽ അത് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന മിക്കവാറും. അപ്പോൾ അത് ഡിസൈഡ് ചെയ്യണം, എല്ലാം കൺസിഡർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് അധികം പൈസ കിട്ടാനുള്ള ഒരു സോഴ്സ് ഉണ്ടാവാൻ വഴി കുറവാണ്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ പേഴ്സൺ ആലോചിക്കുന്നത്. ചിലപ്പോൾ ഈ നിയമം പ്രാബല്യത്തിലാകാനോ അല്ലെങ്കിൽ നിയമം മാറി ഇപ്പോൾ സ്ത്രീധനം പണ്ടത്തെ സ്ത്രീധനം കൊടുത്തതെല്ലാം എഴുതി തള്ളുമെന്നൊരു നിയമം വരുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഈ പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഈ പേഴ്സൺ ഭയങ്കര ഇത്തിരി ഒരു കള്ളത്തരമുള്ളൊരു എനർജിയാണ്. നിങ്ങൾക്ക് പൈസ തരാതിരിക്കാൻ മാക്സിമം നോക്കുകയാണ്. അതിനാണ് ഇവിടെ ഡിലേ വരുന്നത് കേട്ടോ. കോടതിയിൽ വിളിക്കുമ്പോൾ വരില്ല, വക്കീൽ പറയും അയ്യോ എൻ്റെ കക്ഷിക്ക് ഇന്ന് വരാൻ പറ്റില്ല, വേറൊരു അത്യാവശ്യമായ കാര്യം ഉണ്ടാകും പറഞ്ഞിട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെയും എത്താത്ത വിധമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ പോയിട്ട് ഇല്ല നമുക്കൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകാമെന്ന് പറയുമ്പോൾ എന്നാൽ പിന്നെ സ്ത്രീധനം തന്നത് വേണ്ട, എഴുതി തള്ളണം, അത് പൈസ തരാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷനൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് കള്ളത്തരമുള്ള ഒരു എനർജിയാണ്. മാക്സിമം നിങ്ങൾക്ക് തരാനുള്ളത് ഒന്നും തരാതിരിക്കാനുള്ള. ഞാനിപ്പോൾ എൻ്റെ അടുത്ത് കേസ് നടത്താൻ പൈസ ഇല്ല, എനിക്ക് നിനക്ക് മാസം തരാനുള്ള, കൊച്ചിനും നിനക്ക് മാസം തരാനുള്ള പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് PhD എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. എന്തായാലും എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ടില്ല. ഈ സിറ്റുവേഷനെ റെസിസ്റ്റ് ചെയ്യുന്ന നിങ്ങളാണോ? നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ എന്താ പറയുക, ഈ പേഴ്സണുമായിട്ട് സ്വരുമയോടെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിവാഹത്തിൽ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഡിവോഴ്സിന് ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഈ പേഴ്സണ് നിങ്ങളെ ഡിവോഴ്സ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല, പക്ഷേ നിങ്ങൾക്ക് തരാനുള്ളതൊന്നും തരാനുള്ള ഇൻട്രസ്റ്റ് ഇല്ല എന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ഈ 3 of Cups ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണോ നിങ്ങൾക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്? നിങ്ങൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ തേർഡ് പാർട്ടിയുടെ കൂടെ ജീവിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ട് ഒരു വേണ്ട, തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഒരാൾ ആഗ്രഹിക്കുമ്പോൾ മറ്റേ ആൾ വേണ്ട, റിലേഷൻഷിപ്പ് എനിക്ക് തേർഡ് പാർട്ടിയോട് മാറി നിങ്ങളോട് വേണ്ട, നിങ്ങൾക്ക് മാരേജിൽ നിൽക്കാനാണ് ആഗ്രഹം. നിങ്ങളുടെ പേഴ്സണും നിങ്ങളോട് ഡിവോഴ്സ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് തരാനുള്ളതൊന്നും തരാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലാണ് പോകുന്നത്. ഇത് അവസാനിക്കുന്നില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ, അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്കോർപിയോ സോഡിയാക് സൈനാണ് കാണിക്കുന്നത്. പിന്നെ അടുത്തത് എന്താണ് നിങ്ങളുടെ ഈ പേഴ്സണിൻ്റെ നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്? നിങ്ങൾ വിചാരിക്കും, മിക്കവരുടെയും വിചാരം എന്താണെന്നറിയോ, തേർഡ് പാർട്ടി ആണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ അടുത്ത് നിന്ന് പൈസ അടിച്ച് മാറ്റുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേഴ്സൺ ഒന്നും തരാതിരിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എല്ലാവരുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും മറ്റുള്ളവർക്ക് പൈസ കൊടുക്കുന്നവരല്ല. അവർ മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുന്നവരുമായിരിക്കാം. ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ നിന്ന് ഇഷ്ടംപോലെ പൈസ മേടിച്ചിട്ട് അവരോട് കള്ളത്തരം പറഞ്ഞ് അസുഖമാണ്, അമ്മയ്ക്ക് അസുഖം, ഭാര്യയ്ക്ക് അസുഖം, കുട്ടികൾക്ക് അസുഖം, അല്ലെങ്കിൽ സ്വയം അസുഖമാണെന്ന് പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് പൈസ മേടിച്ചിട്ട് അതൊരിക്കലും തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി അവരോട് സ്നേഹം അഭിനയിക്കുന്ന പല ബിരുദന്മാരും ബിരുദത്തികളും ഉണ്ട് ഇവിടെ. പക്ഷെ അത് നിങ്ങൾ കാണുന്നില്ല. മനസ്സിലായി? നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ പൈസ മുഴുവൻ തേർഡ് പാർട്ടി മേടിച്ചെടുക്കുകയാണ്. അതാവണം എന്നില്ല. മനസ്സിലായി? അപ്പോൾ ഇവിടെ കാണിക്കുന്നത് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? ഈ പേഴ്സൻ്റെ ഈ പേഴ്സൺ ഭയങ്കര ഈഗോ ഉള്ള ഒരു എനർജിയാണ്. ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അതുപോലെ ഈ പേഴ്സൺ അങ്ങനെ പുറംപൂച്ചുള്ള ആളാണ്, പക്ഷേ വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആണെന്ന് പുറമേ അഭിനയിക്കുമ്പോഴും ഉള്ളു പൊള്ളയായ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പം നിങ്ങൾക്കുള്ള കോൺഫിഡൻസ്, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ ധൈര്യം, ചില എനർജീസ് കണ്ടിട്ടുണ്ടോ? നമ്മളുടെ കൂട്ടുകാരായാലും നമ്മളുടെ ഫാമിലിയിലുള്ളവരായാലും നമ്മൾ ഭയങ്കര ഊർജ്ജസ്വലരായിട്ടിരിക്കുമ്പോൾ അവർക്ക് നമ്മളോട് ജലസി തോന്നും. ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഈവൻ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, നെയ്ബേഴ്സ് ആവാം, ജോലിയിലിരിക്കുന്നവരാവാം. ചിലർക്ക് നമ്മളോട് ഭയങ്കര അസൂയായിരിക്കും. നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുമ്പോൾ നമ്മളെവിടെയും ചടഞ്ഞിരിക്കാത്ത, എല്ലാത്തിനും മുന്നിട്ടിറങ്ങുന്ന എനർജി ആവാം. നമ്മളോട് ഭയങ്കര ജലസി തോന്നും ചിലർക്ക്. നിങ്ങളുടെ നിങ്ങളോട് നിങ്ങളുടെ ഈ ആക്റ്റീവ് ക്യാരക്ടറിനോട് ഭയങ്കര അസൂയാണ്. മനസ്സിലായെന്ന് വെച്ചാൽ ഈ പേഴ്സണേക്കാളും നിങ്ങൾ ബെറ്റർ ആണെന്നൊരു ചിന്ത ഈ പേഴ്സണ് വന്നിരിക്കുന്ന ഒരു കോംപ്ലക്സിൽ നിന്നാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഈ പേഴ്സണ് നിങ്ങളോട് ഭയങ്കര കോംപ്ലക്സ് ആണ്. അപ്പോൾ എന്ത് പറ്റും? നിങ്ങളെ അടിച്ചൊതുക്കി വെക്കാൻ നോക്കും. മനസ്സിലായി? കുറേയൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. മറ്റുള്ളവരെ സ്ത്രീകളെയോ മറ്റു പുരുഷന്മാരെയോ കാണിച്ച് നീ നോക്കുക, അവരുടെ ഡ്രസ്സിങ് നോക്കും, നിനക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല, അവരുടെ ഡ്രസ്സ് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാൻ അറിയില്ല, അവരുടെ ഡ്രസ്സിങ് നോക്കുക, സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെ നിങ്ങളെ ഇടിച്ച് താഴ്ത്തി ഭയങ്കര ഇതായിട്ട് ഹേർട്ട് ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഈ പേഴ്സണ് പൊതുവെ കമ്മിറ്റ്മെൻറ്റ് ഇഷ്ടമല്ല. പിന്നെ കല്യാണം കഴിക്കണ്ടേ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടേ,
ആവണ്ടേ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്ന് കയറിയ എനർജി. ഇതിനകത്ത് നിറയെ പോസിറ്റീവ് കാർഡ്സ് ഉണ്ട്, പക്ഷെ വരുന്നത് മുഴുവൻ നെഗറ്റീവ് കാർഡാണ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കുന്നത് ഇതിനകത്ത് എന്താണ് വരുന്നതെന്ന്. കണ്ടോ, എല്ലാം നെഗറ്റീവാണ്, പക്ഷെ ഇതിനകത്ത് ഇഷ്ടംപോലെ പോസിറ്റീവ് കാർഡ്സ് ഉണ്ട്. എനിക്കത് മനസ്സിലുണ്ടോ? ഇതൊന്നും കിട്ടുന്നില്ല, ഇതെല്ലാം നെഗറ്റീവ് കാർഡ്സാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളായിട്ടുള്ളത് ഇതൊരു അറേഞ്ച് മാരേജ് ആയിരുന്നോ? എന്തായാലും ഈ പേഴ്സൺ പറയുന്നത് നിങ്ങളെ ഈ പേഴ്സൺ പ്രതീക്ഷിച്ച പോലെ ഒന്നും നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടിയില്ല എന്നൊക്കെയാണ് ഈ പേഴ്സൻ്റെ ചിന്ത. അതുപോലെ തന്നെ നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് ഒട്ടും ഹാപ്പി ആയിരുന്നില്ല, നിങ്ങൾ ഈ പേഴ്സണെ സ്നേഹിച്ചിരുന്നില്ല, ഈ പേഴ്സണ് നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ ചേർത്ത് പിടിച്ചിട്ടില്ല എന്നൊക്കെയാണ് ഈ പേഴ്സൺ പറയുന്നത്. പിന്നെ നിങ്ങൾ കുറേ നുണ പറയുന്നുണ്ട്, കള്ളത്തരം പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ടെന്നൊക്കെയാണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ നെഗറ്റീവ് ക്വാളിറ്റീസ് എല്ലാം നിങ്ങളിലേക്കാണ് പറയുന്നത്. നിങ്ങളാണ് ഇതിന് ഉത്തരവാദി, നിങ്ങൾക്കാണ് ഈ പ്രശ്നങ്ങൾ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇവിടെ ലിയോ സോഡിയാക് സൈൻ ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ നിങ്ങൾക്ക് ഡിവോഴ്സ് വരാത്തെന്നുള്ള ഉദ്ദേശം എന്താണ്? ഡിവോഴ്സ് തന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ തരേണ്ടി വരും. ഇതൊരു മെയിൻ ഇഷ്യൂ ആണ് ഈ പേഴ്സണ്. മനസ്സിലാവുണ്ടോ? ഈ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നിട്ട് വേണം വേറെ റിലേഷൻഷിപ്പ് തുടരാനായിട്ട്. കാരണം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് കൂടുതൽ പൈസയുണ്ട്, മനസ്സിലായി? അപ്പോൾ ഫിനാൻഷ്യലി നിങ്ങൾ ഈ പേഴ്സണേക്കാളും ബെറ്ററാണ്. നിങ്ങൾക്ക് ഡിവോഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടക്കും, വേറെ ആരെങ്കിലും നിങ്ങളെ കല്യാണം കഴിച്ചു പോകും. അത് ഈ പേഴ്സണ് പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് കിട്ടുന്നത് ഈ പേഴ്സൺ സഹിക്കാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ഇതുകൊണ്ടാണ് ഈ പേഴ്സൺ ഡിവോഴ്സിൻ്റെ കാര്യത്തിൽ ഡിലേ ആക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പേഴ്സണ് നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ തന്നെ വേറെ സ്ത്രീകളോ പുരുഷന്മാരായിട്ട് റിലേഷൻഷിപ്പിൽ പോകണം. അതാണ് ഈ പേഴ്സൻ്റെ ആഗ്രഹം. കാരണം കാര്യങ്ങൾ നടന്നു പോകണം, ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് നടന്നു പോകണം. മനസ്സിലായോ? പണിയെടുത്തുകാരനൊന്നും അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത ആളാണ്. സോ ഒരു സാധനം മേടിച്ചാൽ തിരിച്ചു തരാൻ മടിയുള്ള ഒരു എനർജിയാണിത്. അപ്പോൾ ഇതൊരു ഒറ്റയ്ക്ക് ആയിക്കഴിഞ്ഞാൽ മുമ്പോട്ടുള്ള ജീവിതം ഭയങ്കര തലവേദനയാകുമെന്ന് ഈ പേഴ്സൺ അറിയാം. അപ്പോൾ വളരെ നിറയെ പൈസയുള്ള ഒരാളെ വിവാഹം കഴിക്കണമെന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ പിന്നെ അധികം ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ നടക്കുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ടുള്ളൊരു വിവാഹം നടന്നത്. പക്ഷേ നിങ്ങളെ ആ പേഴ്സൺ അങ്ങനെ ഫിനാൻഷ്യൽ ഇതുകൊണ്ടാണ് നിങ്ങളെ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞാൽ, അല്ലാതെ ഈ പേഴ്സൺ വിചാരിച്ചിരുന്ന പോലെയുള്ള ഒരു എനർജി അല്ല നിങ്ങൾ എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇവിടെ ലിയോ പിന്നെയും വന്നിട്ടുണ്ട്, ഇവിടെ കാപ്രിക്കോൺ ഉണ്ട്, പിന്നെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ. അപ്പോൾ ഇവിടെ ഭയങ്കര എന്താ പറയുക, ഒബ്സസീവായിട്ട് പണത്തിൻ്റെ പുറകെ നടക്കുന്ന ഒരു എനർജിയാണ്. ഇല്ലായ്മ മാത്രമുള്ളൂ ഈ പേഴ്സൻ്റെ മനസ്സിൽ എപ്പോഴും. അപ്പോൾ നിറയെ സ്വത്തുള്ള ഒരാളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് നിങ്ങളുമായിട്ടുള്ള വിവാഹം ആലോചന വന്നപ്പോൾ ഈ പേഴ്സൺ ചാടിക്കയറി ഇരുന്നത്, മീൻസ് കല്യാണം സമ്മതിച്ചത്. വളരെ പ്ലാനിങ്ങോട് കൂടിയായിരുന്നു നിങ്ങളുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പേഴ്സൻ്റെ ഉഴപ്പ് സ്വഭാവമൊന്നും ഈ പേഴ്സൺ മാറ്റാൻ റെഡി ആയിരുന്നില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു ക്യാരക്ടറാണിത്. നിങ്ങളുടെ കുഴപ്പമല്ല, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പ്രശ്നമേ അല്ല, ഇതെല്ലാം ഈ പേഴ്സൻ്റെ പ്രശ്നമാണ്. പക്ഷെ ആൾക്കാരോട് പറയുന്നത് മുഴുവൻ നിങ്ങളാണ് ഈ റിലേഷൻഷിപ്പ് പോകാൻ ഉത്തരവാദി എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. ഇവരുടെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ഭഗവാന് കുറച്ച് അധികം കാർഡ്സ് വന്നിട്ടുണ്ടെന്നു. അതെ, ഈ പേഴ്സൺ മെയിനായിട്ട് ഈ പേഴ്സണ് കേടൊന്നും വരാത്ത വിധത്തിൽ, ഈ പേഴ്സണ് ചീത്തപ്പേരില്ലാത്ത വിധത്തിൽ, ഈ പേഴ്സൻ്റെ തലയിൽ കുറ്റം വരാത്ത രീതിയിൽ, ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മേടിച്ച സാധനങ്ങൾ തരേണ്ടി വരാത്ത ഒരു രീതിയിൽ ഇത് സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കണ്ടോ, ഈ പേഴ്സൺ പൈസ തരാൻ, ഏസ് ഓഫ് പെന്റിക്കിൾസ് റിവേഴ്സ് ആണ്. ഈ പേഴ്സൺ ഒറ്റ പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരോടെല്ലാം നിങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് ഈ പേഴ്സൺ. ഒരു ഡിസിഷനും എടുക്കുന്നില്ല കേട്ടോ. ഇനിയും ഈ റിലേഷൻഷിപ്പിൽ തന്നെ പിടിച്ചു കിടക്കാനാണ്. ഒരു ഡിവോഴ്സിന് ഈ പേഴ്സൺ റെഡി അല്ല എന്നാണ് പറയുന്നത്. ജസ്റ്റിസ് കാർഡ് റിവേഴ്സ് ആണ്. ഈ പേഴ്സൺ ഡിവോഴ്സിന് റെഡിയേ അല്ല, ഡിവോഴ്സ് തരില്ല നിങ്ങൾക്ക്. ഒരു റീകൺസിലിയേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ ഒരിക്കലും ഡിവോഴ്സുമായിട്ട് മുമ്പോട്ട് പോകുന്നില്ല കേട്ടോ. പക്ഷേ നല്ല ഉദ്ദേശത്തിലല്ല ഡിവോഴ്സ് തരാത്തത്. നിങ്ങൾ ഡിവോഴ്സ് വേണ്ട, എനിക്ക് റീകൺസിലിയേഷൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളോട് സ്നേഹമുള്ള, നിങ്ങളെ മാത്രം ഓർത്ത് ജീവിക്കുന്ന, നിങ്ങളോട് സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ഒരു എനർജി അല്ല ഇത്.
മനസ്സിലായോ? ഈ പേഴ്സൺ നിങ്ങളോട് ഡിവോഴ്സ് തരാൻ ആഗ്രഹിക്കാത്തത് ആ പേഴ്സണിൻ്റെ പല ദുരുദ്ദേശങ്ങളും കൊണ്ടാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ലീബ്ര, ഞാൻ ഇതെല്ലാം പറഞ്ഞതാണ്. ഡിവോഴ്സ് ആഗ്രഹിക്കുന്നില്ല, അതൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെയാണ് സിറ്റുവേഷൻ. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇതിലൊരു ഡിവോഴ്സ് വരുന്നില്ല. ചിലർ റീഡിങ് എടുക്കാൻ പറഞ്ഞിട്ട് ജനറൽ റീഡിങ് എടുത്തു കഴിയുമ്പോൾ ഇതൊട്ടും റെസനേറ്റ് ചെയ്യില്ലെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. പക്ഷേ അത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പേഴ്സണൽ റീഡിങ് മാത്രമേ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുള്ളൂ. ജനറൽ റീഡിങ് പലരുടെ എനർജിയാണ് വരുന്നത്, അതെല്ലാപ്പോഴും നിങ്ങളുടെ എനർജി ആവണം എന്നില്ല. റീഡിങ് എടുക്കാൻ, ജനറൽ റീഡിങ് എടുക്കാൻ പറയുന്നു, ഞാൻ എടുക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്കതിൽ ഉത്തരവാദിത്വമില്ല, സോറി. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത റീഡിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. ഭവാനി, രണ്ടാമത്തെ റീഡിങ്. പേഴ്സണൽ റീഡിങ്ങിൽ മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. കാരണം പേഴ്സണൽ റീഡിങ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും നിങ്ങളുടെ പേരും ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് എടുക്കുന്നതാണ്. അപ്പോൾ അത് റെസനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഒരു ബന്ധമില്ലാത്ത റീഡിങ് എനിക്ക് തരാൻ പറ്റില്ല, അതെൻ്റെ റെസ്പോൺസിബിലിറ്റി. ജനറൽ റീഡിങ് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല കേട്ടോ, അത് മനസ്സിലാക്കുക, സോറി. അപ്പോൾ രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഓറക്കിൾ മെസ്സേജ്, സ്പിരിച്വൽ ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഡിവോഴ്സിൻ്റെ അടുത്ത് നിൽക്കുന്ന നിങ്ങൾ റീകൺസിലിയേഷൻ ആണ് ആഗ്രഹിക്കുന്നത്, ഡിവോഴ്സ് നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ അങ്ങനെ ഒരു റീഡിംഗ് ആണ്. അത് പോസിബിൾ ആണോ? നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത ആക്ഷൻ എന്തായിരിക്കും? ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നിങ്ങളുടെ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ഓറക്കിൾ മെസ്സേജാണ് ഇവിടെ വരുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളും വരുന്നത്, എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് തരണേ ഭഗവാനെ. ഭഗവാനെ, ഭഗവാനെ. ചാടി കാർഡ്സ്. ഓക്കെ, ഇതൊന്നും മറിഞ്ഞില്ല, ആകെ ഒരു കാർഡ് മാത്രമേ മറിഞ്ഞുള്ളൂ. പലരും ചാടി, പക്ഷെ ഒന്നും മറിഞ്ഞില്ല. ഒരു കാർഡും കൂടെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. കിട്ടണം എന്നില്ല. കിട്ടി. ഭഗവാനെ, താങ്ക് യു. അപ്പോൾ 2 കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒന്നാമത്തത് ഡിവൈൻ ഇൻ്റർവെൻഷൻ. അപ്പോൾ നിങ്ങൾ എന്തോ ഒരു കാര്യം, ഇത് നിങ്ങൾക്ക് ഡിവോഴ്സ് വേണ്ട, റീകൺസിലിയേഷൻ വേണം എന്ന കാര്യത്തിലാണ് നിങ്ങൾ കടുംപിടുത്തം പിടിച്ചിരിക്കുന്നത്. പക്ഷേ അത് നടക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഒരു സഹായം വേണ്ടി വരും. അപ്പോൾ ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. പിന്നെ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണം. നിങ്ങൾ കുറച്ചുകൂടെ ലോജിക്കലും പ്രാക്ടിക്കലുമായിട്ട് കാര്യം കാണുകയും പ്രതികരിക്കുകയും ചെയ്യണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഇമോഷണലായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് അകന്നു പോകുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യില്ല നമ്മൾ ഭയങ്കര ഇമോഷണൽ ആകുമ്പോൾ കേട്ടോ. അപ്പോൾ പ്രാർത്ഥിക്കുക, അതും കൂടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് ജിപ്സി ഓറക്കിൾസ് എന്താണ് പറയുന്നത് നോക്കാം. ഇതിൽ വരുന്ന കാർഡ്സ് ഞാൻ പറയാം. നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ നിങ്ങളൊരു പുതിയതായിട്ട് അമ്മയായതാണ്, അല്ലെങ്കിൽ ഒരു അച്ഛനാണെങ്കിൽ ഒരു കുഞ്ഞിനെ കാണിക്കുമ്പോൾ അത് എന്താണ് നിങ്ങളുടെ ജീവിതത്തിലുള്ള കണക്ഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഭഗവാനെ, ജിപ്സി ഓറക്കിൾസ് കുറേ കാർഡ്സ് നമ്മൾക്ക് തരും, അത്രേ ഉള്ളൂ. ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല അതിനകത്ത്, നമ്മളാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് റെസനേറ്റ് ചെയ്യാതെ വന്നു, നിങ്ങൾ നേരിട്ട് കണ്ടിട്ട് അത് എടുക്കുക. എന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഒരു വൈഫിനെ കാണിക്കേണ്ട, ഒരു കൂടെ ഒരു കുഞ്ഞുമുണ്ട്, അമ്മയും കുഞ്ഞും. പിന്നെയുള്ളത് ഒരു ജേർണി, ഒരാൾ ദൂരെ യാത്രയിലാണ്, ഇവിടെ നിന്നും വരികയാണ് ഈ പേഴ്സൺ. ഭാര്യയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വരുന്നതാണോ എന്നാണ് തോന്നുന്നത്, അറിയില്ല. വേറെ 2 കാർഡ് ഒരു സർപ്രൈസ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങളെ കാണാൻ വരുന്ന കാര്യം, എന്തായാലും ഒരു സർപ്രൈസ് കാണിക്കുന്നുണ്ട്. പിന്നെ ഫെയ്ത്ത്ഫുൾനെസ്, നിങ്ങൾക്ക് ഈ പേഴ്സണെ വിശ്വസിക്കാം എന്നാണ് പറയുന്നത്. ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ അറിയാമോ എന്താണെന്ന്?
ആത്മാർത്ഥതയുള്ള ഒരാളാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്? ക്വീൻ ഓഫ് വാൻസ് ആണ്. ക്വീൻ ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ എനർജി ആവണമെന്നില്ല, ഈ പേഴ്സൻ്റെ ലൈഫിലുള്ള ആരുടെയോ എനർജിയും കൂടി ആവാം. ഇത് പുറമേ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻ്റ് ആയിട്ട് കാണിക്കുന്ന, നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്ന, ചിരിച്ച് സംസാരിക്കുന്ന, എന്നാൽ ഉള്ളു പൊള്ളയായ, കുറേ അധികം ഇൻസെക്യൂരിറ്റി ഉള്ള, കുറേ അധികം ഭീരുവായ ഒരു എനർജിയാണിത്. മറ്റുള്ളവരിലെ സപ്പോർട്ട് കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. കുറച്ച് മടിയുള്ള ഒരു എനർജിയാണ്. ഒരു വഴിയുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു എനർജിയാണിത്, ക്വീൻ ഓഫ് വാൻസ്. പക്ഷേ പുറമെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഹാപ്പി ആയിട്ട് കാണിക്കുന്ന, സ്വന്തം വീക്ക്നെസ്സുകൾ ഒന്നും ആരെയും കാണിക്കാത്ത, എപ്പോഴും ഞാൻ പെർഫെക്റ്റ് ആണ് എന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണിത്. ഇത് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. ഇതൊന്ന് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ ആവാം ഇത്, അതല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലുള്ള ആരോ ഒരാളാവും. ചിലപ്പോൾ അവരുടെ അമ്മയോ അല്ലെങ്കിൽ ഏതൊരു ഫീമെയിൽ എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ മെയിൽ എനർജി, മെയിലായ ഒരാൾ ഫീമെയിൽ എനർജിയുള്ള, ഫെമിനിൻ എനർജിയുള്ള ഒരു ഇതും കൂടെ ആവാം ഇത്. കള്ളത്തരം ഉണ്ടെന്നാണ് പറയുന്നത്. കള്ളത്തരം മുഖത്ത് നോക്കി ചിരിച്ച് ആളെ പറ്റിക്കുന്ന ഒരു എനർജിയാണെന്നാണ് പറയുന്നത്. കൂടെയുള്ളതാവാം, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആവാം. ഒരു ബാലൻസ് ഇല്ല ഈ റിലേഷൻഷിപ്പിൽ. സാജിറ്റേറിയസ് ആണ് റിവേഴ്സ് കാണിക്കുന്നത്. ഭയങ്കര ഇൻസെക്യൂർ ആയ ഒരു എനർജിയാണ് കേട്ടോ. സ്വന്തം കാര്യത്തിന് മറ്റുള്ളവരെ ഒരു ഇതുമില്ല, ഉളുപ്പുമില്ലാതെ യൂസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നിന്ന് ഇരിക്കുന്ന സാധനം എനിക്ക് വേണമെന്ന് തോന്നിയാൽ അത് പിടിച്ചു പറിച്ചെടുക്കാനും അതിനുവേണ്ടി എന്ത് കള്ളത്തരം ചെയ്യാനും മടിയില്ലാത്തൊരു എനർജിയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. കാരണം ഈ ടെമ്പറൻസ് റിവേഴ്സ് ആണ് വന്നേക്കുന്നത് കേട്ടോ. ഭയങ്കര ഒരു ഇത് കണ്ടോ എന്ന് വെച്ചാൽ കാർഡ്സൊക്കെ വലിച്ചെറിയുന്ന കണ്ടോ. ഒരു മര്യാദ ഇല്ലാത്തൊരു എനർജിയാണത്. നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണോ ഇത്? പേഴ്സണൽ ഭയങ്കര ഫെയ്ത്ത്ഫുൾ ആയിട്ടാണ് കാണിച്ചത്. ഇവിടെ കാണിച്ച കാർഡ്സൊക്കെ നല്ല കാർഡ്സ് ആയിരുന്നു. മെസ്സേജിൽ നോക്കാം നമുക്ക്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ? ഭയങ്കര അടിപിടിയാണ്, ഭയങ്കര ഡോമിനേറ്റിംഗ് ആണ്. ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിക്കുന്നത്. വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണെന്ന് വെച്ചാൽ വളരെ നാരോ മൈൻഡഡ് ആയിട്ടുള്ള, വളരെ റിലീജിയസ് ആയ ഒരു എനർജിയാണ്. അപ്പോൾ വളരെ കൺട്രോളിങ് ആയ ഒരു എനർജിയാണ്. മനസ്സിലായി? നമ്മളുടെ പണ്ട് മുതൽ നമ്മളെങ്ങനെ ജീവിച്ചിരുന്നത് അതുപോലെ തന്നെ ജീവിക്കുന്നത് വെച്ചാൽ പണ്ട് മുതൽ എപ്പോഴെങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബേസിക്കലി ആണുങ്ങൾ ജോലിക്ക് പോകുന്നു, അവർ സമ്പാദിച്ച് കൊണ്ടുവരുന്നു, ഭാര്യ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്നു, വെച്ച് വിളമ്പി. അത് ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഒരു ദ്രോഹവും വരാതെ, മനസ്സിലായോ, ഫോളോ ചെയ്തിരുന്ന ഒരു ഇതാണ്. അവരെ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ സ്ത്രീകളെ പൊതുവെ വളരെ ഡെലിക്കറ്റ് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ അവർക്കങ്ങനെ ഭയങ്കര അമിതഭാരം ചുമക്കാനോ യാത്ര ചെയ്ത് കഷ്ടപ്പെടാനോ ഒക്കെ ബുദ്ധിമുട്ടാണ് എന്നൊരു ചിന്തയുണ്ട്. അപ്പോൾ അതേ ചിന്തയാണ് ഈ പേഴ്സൺ. അത് നല്ലതുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ, അത് ചീത്തയായിട്ട് ഭവിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ വളരെ ട്രഡീഷണലാണ്, വളരെ റിലീജിയസ് ആണ്, വളരെ ഡോമിനേറ്റിംഗ് ആണ് ചില കാര്യങ്ങളിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിൽ അതിൻ്റെ ബഹളം ഉണ്ടാവുന്നുണ്ട്, തമ്മിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഈ ഏറീസും ടോറസും ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് ഈ ടോറസ്, ഈ ഡോമിനേറ്റിംഗ് ക്യാരക്ടർ ആരാണെന്ന് നോക്കാം. ഇത് സ്നേഹം കൊണ്ടാണ് ഇതാക്കാൻ നോക്കുന്നത്. എന്താ പറയുക, നിങ്ങളെ വരുതിക്ക് നിർത്താൻ നോക്കുന്നത്. ഇപ്പോൾ പരസ്യമായിട്ട് നിങ്ങളോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറയുമ്പോഴും ഈ പേഴ്സൺ ഇതെല്ലാം എൻ്റെ സ്നേഹമാണ്, ഇതാണ് നിന്നോട് ഞാൻ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് രണ്ടുപേരും പൊരിഞ്ഞു അടിയാണ്. ഇത് സ്കോർപ്പിയോ ആണ് കേട്ടോ. ഭയങ്കര പ്രശ്നമാണ്. റിലേഷൻഷിപ്പ് അവസാനിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് ഒരു ഡിവോഴ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ്, ഈ കാർഡ്സ് ഇങ്ങനെ തന്നെ വന്നു.
നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? 10 ഓഫ് പെന്റക്കിൾസ്. ഇവർ നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. ഇവിടെ സ്നേഹത്തിന് ഒരു പ്രശ്നമില്ല. എല്ലാം പോസിറ്റീവ് കാർഡ്സാണ് വന്നിരിക്കുന്നത്. ഇവിടെ 10 ഓഫ് പെന്റക്കിൾസ്. അവർ നിങ്ങളുമായിട്ടൊരു നീ ചില ആണുങ്ങൾക്ക് അങ്ങനെയുണ്ട്, ഭാര്യമാര് ജോലി ചെയ്യണ്ട, ഞാൻ സമ്പാദിക്കുന്നുണ്ട് നമുക്ക് രണ്ടുപേർക്കും വേണ്ടി, പിന്നെ എന്തിനാണ് നീ സമ്പാദിക്കുന്നത്? മനസ്സിലായി? അപ്പോൾ പക്ഷേ ചില മിക്ക സ്ത്രീകളും വീട്ടിലിരുന്ന് ഭർത്താവ് കൊണ്ടുവരുന്ന പൈസ ചെലവാക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലേ? ചിലർ ഇല്ല, എനിക്ക് പൈസ ഉണ്ടാക്കണം, എനിക്ക് മറ്റുള്ളവരുടെ അതൊരു കൈനീട്ടലായിട്ട് കണക്കാക്കുന്ന ചില സ്ത്രീകളുണ്ട്. അപ്പോൾ പലതരം ഫീമെയിൽ എനർജി, പലതരം മെയിൽ എനർജീസ് ഉണ്ട്. ചില ആണുങ്ങൾക്ക് ഭാര്യയും അവരൊപ്പം വർക്ക് ചെയ്യണം എന്നുള്ളവരുണ്ട്. മനസ്സിലായി? അപ്പോൾ നമ്മൾ ആരെയാണ് ചൂസ് ചെയ്യുന്നത് അനുസരിച്ചിരിക്കും നമ്മൾക്ക് എങ്ങനെയുള്ള ഭർത്താവിനെയാണ് അല്ലെങ്കിൽ ഭാര്യയെ കിട്ടുന്നതെന്ന്. അപ്പോൾ ഇവിടെ ഈ പേഴ്സൺ പറയുന്നത്, ഞാൻ നമ്മൾക്ക് വേണ്ടി നമുക്ക് ഒന്നിനും കുറവില്ല, ഇഷ്ടംപോലെ പണമുണ്ട്, ബന്ധുബലമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, നമ്മൾ തമ്മിൽ വളരെ സ്നേഹമുണ്ട്. നിങ്ങളോടുള്ള ഫീലിങ്സ് 2 ഓഫ് കപ്സ് ആണ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. പേഴ്സണ് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അഭിനയമല്ലാതെ. ഈ പേഴ്സൺ ഹാപ്പിനെസ് തരണം നിങ്ങൾക്ക് എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതൊരു ലവ് മാരേജ് ആയിരുന്നിരിക്കാം നിങ്ങളുടേത്. കാരണം ഇവിടെ നിങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള 2 പേരാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ വളരെ അധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു എനർജിയാണിത്. ഇത് കള്ളത്തരമല്ല കേട്ടോ. ഇവിടെ ലിയോ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല, ഇത് വളരെ ക്ലിയർ ആണ്. പിന്നെ എന്താണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം? ഡിവോഴ്സ് നിങ്ങളാണോ ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾക്ക് റീകൺസിലിയേഷൻ വേണമെന്നാണോ പറയുന്നത്? അറിയില്ല. എന്തായാലും ഇവിടെ നിങ്ങളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിവോഴ്സിന് ആരാണ് ആദ്യം കൊടുത്തത്? നിങ്ങളാണോ? ഇപ്പം നിങ്ങൾക്കൊരു വേണ്ട, എനിക്കിത് മതി എന്ന് വിചാരം വരുന്നുണ്ടോ? അറിയില്ല. എന്തായാലും ഈ പേഴ്സൻ്റെ ഉദ്ദേശം നിങ്ങളോട് സഹകരിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്, പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു ഒതുക്കി തീർക്കാനുള്ളതാണ്. അതിന് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ ഒരു നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഇമോഷണൽ കൺട്രോൾ, നിങ്ങൾ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമ്പോൾ ഈ പേഴ്സണും അതേപോലെ കാരണം നിങ്ങൾ തമ്മിൽ എപ്പോഴും അടിയുണ്ട്, ഉയർത്തുന്ന ആളാണ്. അപ്പോൾ ആരുടെ കയ്യിലാണ്, ആരുടെ സൈഡിലാണ് ലോജിക് എന്ന് 2 പേരും കൂടെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. ആര് പറയുന്നതാണ് ശരി? 2 പേരും ഒരു മിഡിൽ ഇതിൽ വരണം. ഇപ്പോൾ ഈ പേഴ്സൺ ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ, നിങ്ങൾക്ക് കരിയറും കൊണ്ട് മുമ്പോട്ട് പോകണം എന്നുണ്ടെങ്കിൽ, ആ പേഴ്സൻ്റെ ഒരു കമ്പനി നടത്തുന്ന ആളാണെങ്കിൽ അവരുടെ ആ ഒരു ഇതിൽ നിങ്ങൾക്കൊരു പാർട്ട്ണറായിട്ട് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. അല്ലാതെ നിങ്ങൾ 2 പേരും ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ റെഡിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഡിവോഴ്സിലേക്ക് പോകും കേട്ടോ. ഇവിടെ ഒരു ആരുടെയോ അമ്മ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സൻ്റെ അമ്മയായിരിക്കാം. ഭയങ്കര കള്ളത്തരത്തിൽ കൂടെ പണി തരുന്നുണ്ട് നിങ്ങൾക്ക്, മനസ്സിൽ വിഷം കുത്തി നിറക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ പേഴ്സൻ്റെ ഉദ്ദേശം നിങ്ങളോട് സംസാരിച്ചത് സോൾവ് ചെയ്യാമെന്നാണ്. പക്ഷേ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ അങ്ങോട്ട് വരുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളുണ്ടാവും, അവരിടങ്കോലിടും. അപ്പോൾ അതൊക്കെ കൊണ്ടിട്ടാണ് ഈ പേഴ്സൺ തൽക്കാലത്തേക്ക് ഒന്നും ആക്ഷൻ എടുക്കാതെ. ഇനി എന്തെങ്കിലും ആക്ഷൻ ഇവരെടുക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? സ്ട്രെങ്ത്, അത് വളരെ ക്ഷമ ഇത് പ്രാക്ടീസ് ചെയ്യണം ഈ പേഴ്സൺ. ഇപ്പം തൽക്കാലത്തേക്ക് ഒരു ആക്ഷനും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രോക്കൺ ആണ്. ഈ പേഴ്സണ് നിങ്ങളെ ഇത്രയും സ്നേഹിക്കുകയും നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു തരികയും വീട്ടുകാർ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോയതാണെന്നൊരു ചിന്ത ഈ പേഴ്സണുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഓരോ ആക്ഷനും എടുക്കുന്നില്ല ഇപ്പം. അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്നാണോ, നിങ്ങളുടെ വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണോ ഒരു ഡിവോഴ്സിൻ്റെ പേപ്പർ? നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഡിവോഴ്സ്? നിങ്ങളുടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരമാണോ ഒരു ഡിവോഴ്സ് പേപ്പർ നിങ്ങൾ ഈ പേഴ്സൺ അയച്ചേക്കുന്നത്? ഈ പേഴ്സൺ ഡിവോഴ്സിന് ആഗ്രഹിക്കുന്നില്ല നിങ്ങളായിട്ട്, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പേഴ്സണിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണമെന്നൊരു ചിന്ത ഈ പേഴ്സണുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ചെയ്യണം. എന്തായാലും ഈ പേഴ്സൺ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധുക്കളും നിങ്ങളും എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ വന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ലിയോ ഉണ്ട്, പിന്നെ സാജിറ്റേറിയസ്. ലിയോ ഭയങ്കര സ്ട്രോങ് ആണ് ഇവിടെ കേട്ടോ. ഭവാനി, അപ്പം അതാണ് രണ്ടാമത്തെ കാർഡിൻ്റെ റീഡിങ്. നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്ങിലേക്ക് പോവാം. മൂന്നാമത്തെ കാർഡിൻ്റെ റീഡിങ്
മൂന്നാമത്തെ കാർഡിന് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നമുക്ക് വേണ്ടത്. ഭഗവാനെ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഡിവോഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളൊരു റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സിറ്റുവേഷൻ നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഭഗവാനെ ഓറക്കൽ മെസ്സേജ്. മൂന്നാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കൽ മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത്. സ്പിരിച്വൽ ഓറക്കലാണിത്. ഭഗവാനെ 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 എന്ത് കാർഡ്സാണ് വരുന്നതെന്ന് നോക്കാം. ഇവിടെ ഒരു നല്ല കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹവും സന്തോഷവും എല്ലാം തിരിച്ചു വരുന്നുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടത് ഇമോഷണൽ സപ്പോർട്ടാണ്, പണമല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓവർ ബേർഡൻഡ് ആണ്, നിങ്ങൾക്ക് ചുമക്കാൻ പറ്റുന്നതിലുള്ള കൂടുതൽ ഭാരം നിങ്ങൾ ചുമക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോ, എനിക്ക് പറ്റില്ല എന്ന് പറയാൻ മടിയുള്ളത് കൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം പറ്റില്ല എന്ന് പറയേണ്ട സമയത്ത് പറ്റില്ല എന്ന് പറയാൻ പഠിക്കുക. നാലാമത്തെ കാർഡ് സാക്രിഫൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്തോ ഒരു കാര്യം, വളരെ ചീത്ത ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ദുരിതം ഉണ്ടാക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെയുള്ളവർക്കും ദുരിതം ഉണ്ടാക്കുന്നുണ്ട്. ആ സാധനം നിങ്ങൾ ത്യജിക്കണമെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇനി നമ്മൾക്ക് ജിപ്സി ഓറക്കിൾസ് നോക്കാം. ജിപ്സി ഓറക്കിൾ എന്താണ് പറയുന്നത് നോക്കാം. നിങ്ങൾക്ക് ആരോടെങ്കിലും റിലേഷൻഷിപ്പിൽ ഡിവോഴ്സ് അല്ല, നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലാതെ വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള അടുപ്പമുണ്ടോ? അതിവിടെ ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. അത് ആ സാക്രിഫൈസിൻ്റെ കാര്യം പറഞ്ഞ കാർഡ് വന്നുകൊണ്ടാണ്. ടോക്സിസിറ്റിയാണ് അത് പറയുന്നത്. വളരെ ടോക്സിക്കായ സിറ്റുവേഷനാണത്. നിങ്ങൾക്ക് ഗുണം ചെയ്യാത്ത ഒരു സിറ്റുവേഷനെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് ഡിവോഴ്സിലേക്ക് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്കത് കുറ്റബോധമുണ്ടോ? അതോ കണ്ടുപിടിച്ചതിൽ നിങ്ങൾക്ക് അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? സർപ്രൈസ്, ഒരു എനിമി, പിന്നെ കുറേ പണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിമി കാണിക്കുന്നുണ്ട്. പിന്നെ ആരോ കിടപ്പ് രോഗിയെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ രോഗിയെ നോക്കാൻ നിൽക്കുന്ന ഒരാൾ നിങ്ങൾക്ക് ശത്രുവാണോ, അതോ നിങ്ങളുടെ ചെക്കപ്പിന് സമയമായോ? പിന്നെ സർപ്രൈസായിട്ട് നിങ്ങൾക്ക് കുറേ പണം കിട്ടുമെന്ന് പറയുന്നുണ്ട്. അത് ഈ ശത്രു എടുത്തുകൊണ്ട് പോകുമോ? ഒന്ന് നോക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു മോഷണം നടക്കാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ ഡിവോഴ്സ് വേണ്ട, എനിക്ക് റീകൺസിലിയേഷൻ വേണം എന്നാഗ്രഹിക്കുന്ന ആളുടെ ഇപ്പോഴത്തെ എനർജി 9 ഓഫ് കപ്സ് ആണ്. 9 ഓഫ് കപ്സ് ആണ്. വളരെ ഹാപ്പിയാണ് ഈ പേഴ്സൺ, വളരെ സാറ്റിസ്ഫൈഡ്, വളരെ ഹാപ്പി. ഈ പേഴ്സണ് ഒരു പ്രശ്നവും ഇല്ല, മനസ്സിലായോ? ലൈഫ് എൻജോയ് ചെയ്യാണ് പേഴ്സൺ. ഇതാണ് ഈ പേഴ്സൻ്റെ എനർജി കാണിക്കുന്നത്. ഒരു കുലുക്കവും ഇല്ലാത്ത ഒരാളാണ്. പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ തമ്മിൽ, നിങ്ങൾ ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ഡിവോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ പേഴ്സൺ വളരെ ഹാപ്പി ആണെന്നാണ് പറയുന്നത്. ഒരു ഷഫ്ലും കൂടെ ചെയ്യാം. പേഴ്സൺ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, പുറമെ ഈ പേഴ്സൺ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണിക്കും, ഭയങ്കര സ്ട്രെസ്ഡ് ആണെന്നുണ്ട് പറയുന്നത് കേട്ടോ. പേഴ്സൻ്റെ ഉള്ളിൽ ഈ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്സാണ്. ഒരു പൊട്ടിത്തെറി ഉണ്ടാവാൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേഴ്സൺ ഒരു പ്രശ്നവും ഇല്ലാന്ന് അഭിനയിക്കുകയാണെന്നാണ് പറയുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ. ഇവിടെ സ്കോർപ്പിയോ സ്ട്രോങ് ആണ്, പക്ഷേ ഭയങ്കര സ്ട്രെസ്സാണ്, ഉറക്കമില്ല ഈ പേഴ്സണ് കേട്ടോ. പക്ഷേ രാവിലെ എഴുന്നേറ്റ് മറ്റുള്ളവരുടെ മുമ്പിൽ വരുമ്പോൾ വളരെ ചിരിച്ച് കളിച്ച് ഒരു പ്രശ്നവുമില്ല എന്ന മട്ടിലാണ്. പക്ഷെ ഉള്ളിൽ ശരിക്കും ഒരു കടലിരമ്പുകയാണ് ഈ പേഴ്സൻ്റെ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ആ കാറുന്നവൻ്റെ പേര് പാപ്പി എന്നാണ്.
പൂച്ച വെച്ചെടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, പൂച്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനാണ്. ഈ പേഴ്സൺ ഇവിടെ ഒരു എംപററെ കാണിക്കുന്നുണ്ട്. എംപറർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എനർജിയാണത്, താടി നരച്ച ഒരു എനർജിയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയ കുട്ടികളുള്ള ഒരു ഭർത്താവാണിത്. അപ്പോൾ ഇത് ചിലപ്പോൾ വളരെ റെസ്പെക്റ്റ് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഈ പേഴ്സൺ. അപ്പോൾ നിങ്ങൾ തമ്മിൽ പ്രായവ്യത്യാസമുണ്ടോ? ഇത് ആരുടെയെങ്കിലും അച്ഛൻ്റെ എനർജിയാണോ അതോ നിങ്ങളുടെ പേഴ്സൺ ആണോ? ഇത് അടി നടക്കുന്നുണ്ട് ഇവിടെ. പക്ഷേ നിങ്ങളോട് ഭയങ്കര, ഈ പേഴ്സൺ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളോട് വളരെ അറ്റാച്ച്ഡ് ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ട് വിവാഹം കഴിച്ച ആളാണോ? അങ്ങനെയാണ് കാണിക്കുന്നത്. ഇവിടെ അടി നടക്കുന്നത്, കോമ്പറ്റീഷൻ, മറ്റുള്ളവരോട് അടി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ നേടിയെടുത്തതാണോ? പലരും നിങ്ങളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് അവസാനം ഈ പേഴ്സൺ നിങ്ങളെ നേടിയെടുക്കുകയാണോ ചെയ്തത്? എന്തായാലും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇപ്പോഴും ഈ പേഴ്സൺ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് പിന്നെ ഡിവോഴ്സിൻ്റെ വക്കിലേക്ക് പോയത്? ഈ പേഴ്സൺ ഭയങ്കര സ്ട്രെസ്സാണ്. മനസ്സിലായി? മറ്റുള്ള എംപറർ റിവേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങളൊരു ക്ഷമാപണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് വരില്ല കേട്ടോ. ഈ പേഴ്സൺ നിങ്ങളോട് ക്ഷമ ചോദിക്കില്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയാണ്. പക്ഷെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. ഇവിടെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ട്, ഹൈ പ്രീസ്റ്റസ്. ഈ ഹൈ പ്രീസ്റ്റസ് ചില സമയത്ത് എന്താ പറ്റും, അത് ചിലപ്പോൾ ഈ പേഴ്സൻ്റെ എക്സ് ആയിരിക്കാം, അതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആണോ? പക്ഷെ അല്ലോട്ട് നിങ്ങൾ അങ്ങനെ വിവാഹം കഴിച്ചതാണോ? ആദ്യത്തെ ഭാര്യയെ ഉപേക്ഷിക്കാതെ അല്ലെ ഭർത്താവിനെ ഉപേക്ഷിക്കാതെ രണ്ടാമത് വിവാഹം കഴിച്ചതാണോ? അപ്പോൾ ഒരു ഡിവോഴ്സ് അവിടെ ഇപ്പോഴും ഡിവോഴ്സ് നടന്നിട്ടില്ലേ മറ്റേ റിലേഷൻഷിപ്പിൽ? മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇല്ലീഗലായിട്ടുള്ള വിവാഹമാണോ നിങ്ങൾ തമ്മിൽ? കാരണം പുറത്ത് പറയാൻ പറ്റുന്നില്ല ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ചിട്ട്. അങ്ങനെ ചില റിലീജിയൻസ് സമ്മതിക്കെങ്കിലും ചില റിലീജിയൻസ് ആദ്യ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെ രണ്ടാമതൊരു വിവാഹം നടന്നാൽ അത് ഇല്ലീഗലായിരിക്കും, അത് ലീഗലായിട്ട് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വിവാഹത്തിലേക്കൊക്കെ ചെല്ലാനായിട്ട്. നിങ്ങളിപ്പോൾ ഡിവോഴ്സ് വേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ മാരേജ് തന്നെ ഇല്ലീഗൽ ആണെങ്കിൽ അവിടെ ഡിവോഴ്സിൻ്റെ ആവശ്യമില്ല, നള്ളാണ് മാരേജ്. മനസ്സിലായി? അങ്ങനത്തെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്വീൻ ഓഫ് വോൺസ് റിവേഴ്സ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ഹൈ പ്രീസ്റ്റസും ഉണ്ട്. അപ്പം ഇവിടെ ആരോ പറഞ്ഞിട്ടാണ് ഈ പേഴ്സൺ ഇവിടെ 2 സ്ത്രീകളുണ്ട്. മനസ്സിലായി? ഒരു ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ഉണ്ട്, ഒരു കുഞ്ഞുള്ളതാണ്. അതേപോലെ തന്നെ ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്, അതും കുഞ്ഞുള്ള ഒരു സർപ്പമാണ്. പക്ഷെ ഒരെണ്ണം വിഷം കൂടിയതാണ്, ഒരെണ്ണം സാധുവായ ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഹാപ്പിനെസ് ഇല്ല റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ 2 പേരുണ്ട് ഈ പേഴ്സണ്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ 2 സ്ത്രീകളുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു സ്ത്രീയാണെങ്കിൽ 2 പുരുഷന്മാരുണ്ടെന്ന് എടുക്കുക. 2 റിലേഷൻഷിപ്പിലും കുട്ടികളും ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണ് ഭയങ്കര തലവേദനയായിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് ഉപേക്ഷിക്കേണ്ടി വരുന്ന സിറ്റുവേഷനാണിത്. പക്ഷേ ഈ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത് കേട്ടോ. പേഴ്സൻ്റെ ഡിസിഷൻ അല്ല അതെന്നാണ് പറയുന്നത്. വേറെ വഴിയില്ലാഞ്ഞിട്ട് ഇങ്ങനൊരു സിറ്റുവേഷനിലേക്ക് വന്ന പോലെ. ഇതൊരു പണിയാണ്. ഓക്കെ, അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ്? നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ നോ കോൺടാക്റ്റിൽ വല്ലതും ആണോ? നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കേണ്ട ഈ പേഴ്സൺ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സിലാണ്. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റില്ല ഈ പേഴ്സണ്, പക്ഷെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളെ വളരെ സെൽഫ് സഫിഷ്യൻ്റായ എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങളെ ദൂരെ നിന്ന് നോക്കി കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നത് വളരെ തലവേദനയാണ്. നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് മറ്റുള്ളവരോട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ട് ഈ പേഴ്സണ് കേട്ടോ. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ. ഇവിടെ ഒരു ഡിവോഴ്സിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇതൊരു സെപ്പറേഷനാണ് ആവാൻ പോകുന്നത്. കാരണം ഇത് മാരേജ് ലീഗൽ അല്ല. ഇത് എന്താണ് ഈ പേഴ്സൻ്റെ ഉദ്ദേശം? എന്താണ്? ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ
നിങ്ങളോട് പക്ഷേ നിങ്ങൾ വേറെ ആരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാനും സമ്മതിക്കില്ല ഈ പേഴ്സൺ. കാരണം ഭയങ്കരമായ പൊസസീവ്നെസ് ഉള്ള ഒരു എനർജിയാണ് ഈ പേഴ്സൺ കേട്ടോ. അപ്പോൾ വേണ്ടി വന്നാൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നിങ്ങളെ ഈ പേഴ്സൺ സ്വന്തമാക്കിയതും. പലർക്കും നിങ്ങളെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഈ പേഴ്സൺ നേടിയെടുക്കുകയാണ് ചെയ്തത്. എന്നാണ് കാണിക്കുന്നത്, ഒരു കോൺക്വർ ചെയ്തെടുത്ത പോലെയാണ് കാണിക്കുന്നത്, പടവെട്ടിയെടുത്ത പോലെ, നിങ്ങളെ സ്വന്തമാക്കിയ പോലെ. അപ്പോൾ അതേ എനർജി ഇപ്പോഴും ഉണ്ട്, അതേ മെൻറ്റാലിറ്റി ഇപ്പോഴും ഉണ്ട്. പക്ഷേ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല. സ്നേഹത്തിന് ഒരു കുറവുമില്ല, നിങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഭയങ്കര പോസസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ. ദൂരെ നിന്ന് സ്പൈ ചെയ്യുന്നതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ ഈ പേഴ്സണിന്? നോക്കട്ടെ, ഈ പേഴ്സൺ എന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ? നോ എന്നാണ് പറയുന്നത്. ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും ഇവിടെ. ആ പൊട്ടിത്തെറി ഒഴിവാക്കാനാണ് ഈ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കാതെ മാറി നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ പേഴ്സൺ ഇമോഷൻസ് വളരെ കൺട്രോൾ ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് എന്നാണ് പറയുന്നത്. ഇപ്പം ഹാപ്പിനെസ് ഒന്നുമില്ല. ഇപ്പോൾ ഭയങ്കരമായ വെള്ളോടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സ്ത്രീ ആയാലും പുരുഷനായാലും നല്ലോണം ഭയങ്കര സ്ട്രെസ്സാണ്. അപ്പോൾ ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ചിലപ്പോൾ കൂടുതൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുന്നുണ്ടാവാം, വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ മടി. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഒന്നില്ലെങ്കിൽ ജോലിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ആവും, അതല്ലെങ്കിൽ യാത്ര ചെയ്യും, അല്ലെങ്കിൽ എന്താണ് അവർ വെള്ളം അടിക്കുക, എന്താ ചെയ്യുന്നത് ചെയ്യുന്നുണ്ട്. കുത്തിയിരുന്ന് കരയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അത്. എന്തായാലും ഇമോഷണലി വളരെ കൺട്രോൾഡ് ആയ ഒരാളാണ്. പക്ഷെ ഒരു ടവർ മൊമെന്റ് പേടിച്ച് സ്വന്തം ഇമോഷണലി കൺട്രോൾ വെക്കുന്നുണ്ട് ഈ പേഴ്സൺ. യാത്ര ചെയ്യാൻ പോകുന്നുണ്ട്. അത് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ അടുത്തേക്കല്ല വരുന്നത്. അടുത്ത ആക്ഷൻ ഈ പേഴ്സൺ ഒരു യാത്ര പോകാൻ ചാൻസ് ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതല്ല കേട്ടോ. ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കാനോ ഒരു തീരുമാനം എടുക്കാനോ ആണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരു യാത്ര പോകാൻ ഈ പേഴ്സൺ പോകുന്നുണ്ട്. സ്കോർപിയോ കാണിക്കുന്നുണ്ട് ഇവിടെ. വെർഗോ പൈസീസ് കാണിക്കുന്നുണ്ട്. ഏരീസ് ഉണ്ട്. ഏരീസ് ഭയങ്കര സ്ട്രോങ് ആണ്. 2 കാർഡ്സ് ഏരീസിൻ്റെ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ സ്കോർപിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. അപ്പോൾ ഇത്രയുമാണ് സോഡിയാക് സൈൻസ് കണ്ടത് നമ്മൾ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് റീഡിങ്. അപ്പോൾ ഇന്നത്തെ ഈ റീഡിങ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എൻ്റെ റീഡിങ് ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ലൈക്സിനും ഷെയറിനും കമൻസിനും എല്ലാം വളരെയധികം നന്ദി. പിന്നെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് റീഡിങ് എടുക്കാം. എത്രത്തോളം റെസൊനേറ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണുന്ന കാർഡ്സ് അങ്ങനെ തന്നെ റീഡ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. പ്ലാനിങ് ഒന്നുമില്ല, മുമ്പിൽ വരുന്ന കാർഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം, കമൻസിൽ ഇട്ടാൽ മതി. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ എൻ്റെ അടുത്തേക്ക് എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ റീഡിങ് എടുക്കാം. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ. നല്ല പ്രശ്നത്തിൽ കൂടെയാണ് നമ്മളെ നാട് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കാൻ നോക്കുക. അപ്പോൾ ടേക്ക് കെയർ. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് കാണാം. ബൈ ബൈ.